സീരീസിന്റെ നെക്സ്റ്റ് കളക്ഷൻ ആണ് നല്ലൊരു ധാവണി സെറ്റ്. ഇത്രയും കളറിലെ ബ്ലൗസ് പീസസ് ആണ് നമ്മൾ ഇതിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെറ്റിന്റെ തന്നെ സ്കർട്ടും ദുപ്പട്ടയാണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസിന്റെ കളറിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇത്രയും കളർ ഷീറ്റ്സ് ആണുള്ളത്. സ്ലീവ്സിന്റെ എൻഡിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്ന റൈറ്റ് ആണ് ഓരോ കളേഴ്സ്. ഫസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ വന്നിട്ട്. ബ്ലൗസ് മെറ്റീരിയൽ സ്ലീവ്സിന്റെ എൻ പോർഷനിലായിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. വേറെ എവിടെ ഹാൻഡ് വർക്ക് വരുന്നില്ല. സ്ലീവ്സ് മാത്രമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സ്കർട്ടാണ്. സ്കർട്ട് സ്റ്റിച്ച്ഡ് ഫോമിലാണ് വന്നിരിക്കുന്നത്. ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മുടെ ഒരു ട്രഡീഷണൽ ആ ഒരു ടിഷ്യൂ ഫാബ്രിക് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബോർഡറിലായിട്ട് നല്ലൊരു ടിഷ്യൂവിന്റെ കസവ് ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ആണ്. സ്കേർട്ടിന്റെ പാറ്റേൺ വന്നിട്ട് ദുപ്പട്ടയും സെയിം ഞാൻ ഈ വെയർ ചെയ്ത ഐറ്റം തന്നെയാണ്. നല്ലൊരു കര നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2.35 ആണ് ദുപ്പട്ടയുടെ മീറ്റർ വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് വന്നിട്ട് 1.10 ആണ്. നല്ലൊരു സെറ്റാണ്. നമുക്ക് സ്റ്റിച്ച്ഡ് ഫോമിലാണ് കിട്ടുന്നത്. ബ്ലൗസ് മാത്രം നമ്മുടെ കസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൗസ് പീസ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് ബ്ലൗസ് പീസിന്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലേക്കാണ്. സ്ലീവ്സ് എൻഡിലേക്ക് കട്ട് ബീഡ്സിന്റെ വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സ്ലബ് സിൽക്ക് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ലൈനിങ് ഇട്ടോ അല്ലെങ്കിൽ ലൈനിങ് ഇല്ലാതെ ആണെങ്കിലും ലോക്ക് ചെയ്തൊക്കെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടെ നമ്മൾ സെയിം ആ ഒരു ദുപ്പട്ടയും സ്കേർട്ടുമാണ് പെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡറിലേക്കും ക്ലോസ് നോക്കി അറിയാം. നല്ലൊരു സിമ്പിൾ ആണ് ബട്ട് എലഗന്റ് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും ബ്ലൗസിന്റെ ഹാൻഡ് വർക്ക് വരുന്നത്. വിത്ത് സെയിം ദുപ്പട്ട ആൻഡ് സ്കർട്ടാണ് വരുന്നത്. 1299 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു വാടാമല്ലി കളറാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് വരുന്നത്. സെയിം ഹാൻഡ് വർക്ക് തന്നെയാണ്. സ്ലബ് സിൽക്ക് ആണ് ഫാബ്രിക്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് 1.10 ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. സ്ലീവ്സിന്റെ രണ്ട് സ്ലീവ്സിന്റെ പോർഷനിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് സെയിം ദുപ്പട്ട ആൻഡ് സ്കർട്ട്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് ലൈലാക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം ഹാൻഡ് വർക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 1.10 മീറ്റർ ആണ് ഈ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. സ്ലബ് സിൽക്ക് ആണ് വന്നിരിക്കുന്നത്. വിത്ത് സെയിം ദുപ്പട്ട ആൻഡ് സ്കർട്ട്. ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് പീച്ച് ഷെയ്ഡാണ്. വിത്ത് സെയിം ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സ്കർട്ടാണ്. ഫ്രീ സൈസ് ആണ്. ഇന്ന സൈസ് ഒന്നും ഇല്ല. നമുക്ക് ഏത് സൈസുകാർക്ക് വേണമെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ്. 2.35 ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. 1.10 ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. 1299 ആണ് റേറ്റ് വന്നിരിക്കുന്നത്.